കൊല്ലത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു. കല്ലുതാഴം മേൽപ്പാലത്തിന് സമീപത്താണ് അപകടം. വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് റോഡിന്റെ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിരുന്ന ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. പൊട്ടിപ്പൊടി ഇനി വീഴും ഇനിയെല്ലാം ഷമീർ അബ്ദുൾ ഉണ്ട് കൊല്ലത്ത് നിന്ന്. ഷമീർ, തലനാരിഴയ്ക്കാണ് ഈ വലിയ ദുരന്തം ഒഴിവായത്. എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഭാഗത്ത് വലിയ തോതിൽ ഗതാഗത കുരുക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കല്ലുതാഴം റെയിൽവേ ഓവർബ്രിഡ്ജിനോട് ചേർന്ന റോഡാണ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ ഇടതുവശത്ത് 20 മീറ്ററോളം നീളത്തിൽ 3 മീറ്റർ വീതിയിലാണ് ഈ റോഡിന്റെ മണ്ണിടിഞ്ഞ് താഴ്ന്നത്. എന്തായാലും ഈ സർവീസ് റോഡിനേക്കാൾ ഉയർന്ന 6 വരി പാത കടന്നു പോകുന്ന ഭാഗമാണിത്. 6 വരി പാത ബലപ്പെടുത്താനുള്ള ആറിവാൾ നിർമ്മിക്കാനായി ഈ ഭാഗത്ത് മണ്ണ് നീക്കിയിരുന്നു. ശേഷിച്ച ഭാഗത്തിന്റെ അഗ്രത്ത് റെഡിമെയ്ഡ് മീഡിയനുകൾ സ്ഥാപിച്ച ശേഷം ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഇവിടെ സംഭവിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വലിയ പെട്രോളുമായി പോകുന്ന പല വണ്ടികളും അതുപോലെ തന്നെ മറ്റ് കാറുകളും ഒക്കെ സ്വകാര്യ വാഹനങ്ങളും ഒക്കെ വലിയ രീതിയിൽ തിരക്കേറിയ ഒരു പാത. ആ ഭാഗത്ത് റോഡ് വലിയ രീതിയിൽ ഇടിഞ്ഞ് താഴ്ന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്ന് വേണം ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയേണ്ടത്. കാരണം കൊല്ലത്ത് ഈ ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കരാർ കമ്പനി, അത് ശിവാലയ എന്ന കരാർ കമ്പനിയാണ് ഇത്തരത്തിൽ ഈ ഒരു കരാർ ഇവിടെ നടത്തുന്നത്. കടമ്പാട്ട് കോണം മുതൽ ഏതാണ്ട് ഓച്ചിറ വരെയുള്ള ഭാഗത്ത് ഈ കമ്പനിക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. പക്ഷേ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇവർ പുതിയ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള പാത നിർമ്മിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഭാഗത്ത്, അതായത് മണ്ണെടുത്ത ഭാഗത്തുകൂടി വാഹനങ്ങൾ കൂടുതൽ കടന്നു പോവുകയും വളരെ വേഗത്തിൽ മണ്ണ് ഇടിഞ്ഞു താഴുകയും ചെയ്തത്. സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുന്ന ഒരു ഭാഗമാണിത്. ബസ്സുകളടക്കം ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ആ റോഡിൽ ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ആ ഭാഗത്ത് ഒഴിവാവുകയും ചെയ്തത്. എന്തായാലും സംഭവത്തിൽ ദേശീയപാത അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ചെറിയ മീഡിയനുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരാളുടെ കൈകൊണ്ടോ അല്ലെങ്കിൽ കാലുകൊണ്ടോ തള്ളി നീക്കാൻ കഴിഞ്ഞാൽ മറിഞ്ഞു വീഴുന്ന രീതിയിലുള്ള മീഡിയനുകൾക്ക് സമീപത്തുകൂടിയാണ് ഇത്രയും വലിയ ഭാരമേറിയ ചരക്കു വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും ബൈപ്പാസ് വഴി പോകുന്ന KSRTC ബസ്സുകളും ഒക്കെ സഞ്ചരിച്ചു പോരുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഇവിടെ ഈ ബലക്ഷയമുണ്ട് എന്ന് നാട്ടുകാരടക്കം ഈ കരാർ കമ്പനിയെ അറിയിച്ചിട്ടും യാതൊരുവിധ മുന്നറിയിപ്പും കരാർ കമ്പനി നടത്തിയിട്ടില്ല എന്നൊരു വസ്തുത കൂടി ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഒരു വരിയിൽ കൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടെ മുഴുവനും ഇപ്പോൾ റോഡ് വലിയ തിരക്കേറിയ ഭാഗമാണ്. നമുക്കറിയാം, എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വളരെ വേഗത്തിൽ കടന്നു പോകേണ്ട ബൈപ്പാസ് പാതയാണിത്. ഇപ്പോൾ ഒരു വരി പാതയിലൂടെ മാത്രമാണ് ഈ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അരുണ്യ, ശരി. കൊല്ലത്താണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് തകർന്നത്. കല്ലുതാഴം മേൽപ്പാലത്തിന് സമീപത്തുണ്ടായ അപകടത്തിൽ തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. വലിയ വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്ന സമയത്തായിരുന്നു ഈ ദേശീയപാത ഇടിഞ്ഞ് വീണത് താഴേക്ക്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പൊട്ടിപ്പൊടി ഇനി വീഴും ഇനിയെല്ലാം